നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി നഗരസഭയിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി നഗരസഭയുടെയും സംസ്ഥാന സർക്കാരിന്റെയും വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഭാവി വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായാണ് പട്ടാമ്പി നഗരസഭയിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. BPL കുടുംബങ്ങൾക്ക് 17,000 ലിറ്റർ വരെ സൗജന്യമായി കുടിവെള്ളം നൽകുക എന്നത് അത് പ്രഖ്യാപിച്ചിട്ട് നടപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ ആശുപത്രി സാധാരണക്കാരായ ആളുകൾ വന്നു പോകുന്ന ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ആശുപത്രി നവീകരണം ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ രാത്രിയും പകലും നമുക്ക് അവിടെ ലാബും അതോടൊപ്പം തന്നെ ഫാർമസിയും ഏർപ്പാടാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യമാക്കിയിരിക്കുകയാണ്. മുൻകാലങ്ങളിലെല്ലാം തന്നെ ഫാർമസി രാത്രി കാലങ്ങളിലെല്ലാം മരുന്ന് കഴിക്കാൻ പുറമേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ലാബ് സൗകര്യം കൂടി ഏർപ്പെടുത്തിയോടുകൂടി നമുക്ക് കൂടുതൽ ജനങ്ങൾക്ക് സാധാരണക്കാരായ ആളുകൾക്ക് ഫ്രീ ആയി ചികിത്സ നൽകാൻ നമുക്ക് കൂടുതൽ സാധിച്ചത്. ഏകദേശം 1000കണക്കിന് ആളുകളാണ് ദിവസേന എന്നോണം അവിടെ ചികിത്സ തേടിയെത്തുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം, 2 വെൽനസ് സെന്ററുകൾ സ്ഥാപിച്ചതോടുകൂടി സാധാരണക്കാരായ ആളുകൾക്ക് ശങ്കരമംഗലത്തും അതുമാതിരി കൽപ്പകയിലും നമുക്ക് ഫ്രീ ആയി സേവനം നൽകാൻ സാധിച്ചു. അപ്പം മികച്ച സേവനങ്ങളാണ് ആതുര സേവന രംഗത്ത് നമ്മൾക്ക് നടപ്പാക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് ഈ ഭരണസമിതിയുടെ നേട്ടം തന്നെയാണ് എന്ന് തന്നെയാണ് ഞങ്ങളെല്ലാവരും വിശ്വാസം. അതോടൊപ്പം തന്നെ വൈശാഖം സൂചിപ്പിച്ച പോലെ നമുക്ക് തടയണ വന്നതോടുകൂടി നമുക്ക് പരിസര പ്രദേശങ്ങളിലെ കിണറുകളിലെല്ലാം ഇഷ്ടം പോലെ വെള്ളമായി. വൈസ് ചെയർമാൻ ടി.പി. ഷാജി അധ്യക്ഷനായിരുന്നു. ജില്ലാ റിസോഴ്സ് പേഴ്സൺ വി. മണികണ്ഠൻ റിപ്പോർട്ട് അവതരണം നടത്തി. നഗരസഭയുടെ റിപ്പോർട്ട് അവതരണം നഗരസഭാ സെക്രട്ടറി എസ്. അമൽ നിർവഹിച്ചു. സ്ഥിരസമിതി അധ്യക്ഷൻ പി. വിജയകുമാർ, എൻ. രാജൻ, പി. കെ. കവിത, പി. ആനന്ദവല്ലി, മറ്റു കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വിവിധ മേഖലകളിലെ വ്യക്തികളെ ആദരിക്കുകയും ചെയ്തു. നീന്തൽ പരിശീലനം നൽകിക്കൊണ്ട് കൊടുമുണ്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടം തുറന്നുകൊടുത്തു. ഇതോടൊപ്പം വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു. കൊടുമുണ്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി ആരംഭിച്ച NSS യൂണിറ്റിന്റെ ഉദ്ഘാടനവും ജില്ലാ പഞ്ചായത്തിന്റെ സ്വയം പ്രതിരോധ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനവുമാണ് മുഹമ്മദ് മോഹസിൻ MLA നിർവഹിച്ചത്. മനോഹരമായ ഒരു കെട്ടിടമായി അത് മാറി, അത് യാഥാർത്ഥ്യമായി. നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. ഈ സ്കൂളിലെ പശ്ചാത്തല സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഒരു മികച്ച കെട്ടിടമായി അത് മാറിയിട്ടുണ്ട്. കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കെട്ടിടങ്ങളും സൗകര്യങ്ങളും വേണം. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ ഈ വിഷയം ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നൊരു പ്രൊപ്പോസൽ കൂടി തന്നിട്ടുണ്ട്. അതുകൂടി ഗവൺമെന്റിലേക്ക് സമർപ്പിക്കും എന്ന കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുക. ഈ കാലയളവിൽ പൊതുവിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എല്ലാ വിഭാഗം കുട്ടികൾക്കും പഠിക്കാൻ കഴിയുന്ന കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ ഇന്ത്യ രാജ്യത്തിന് മാതൃകയാണ്. നമ്മുടെ രാജ്യത്ത് മറ്റു പല സംസ്ഥാനങ്ങളിലേക്കും നമ്മൾ പോയാൽ വിദ്യാലയങ്ങളുടെ അവസ്ഥ കാണാം. ഇപ്പോൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടുത്തെ വാർത്തകൾ വരുന്നുണ്ട്. വിദ്യാലയങ്ങളും അംഗൻവാടികളും ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ മാറ്റം എന്താണ്. വിദ്യാഭ്യാസ മേഖലയിൽ പെർഫോമൻസ് ഇൻഡെക്സിന്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ഡിജിറ്റലൈസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും പശ്ചാത്തല സൗകര്യങ്ങളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം നമ്മുടെ കേരളം മുന്നിൽ നിൽക്കുന്നു. എന്ന് മാത്രമല്ല, വിദ്യാകരണവും പൊതുവിദ്യാഭ്യാസ സംരക്ഷണവും ഉണ്ടാക്കിയ ഊർജം നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ. ആനന്ദവല്ലി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപകൻ കെ. ആർ. രവീന്ദ്രൻ, പ്രിൻസിപ്പൽ PO മായ NSS പ്രോഗ്രാം ഓഫീസർ സുധീഷ്, മുഹമ്മദ് ഷാഫി, മറ്റു PTA ഭാരവാഹികൾ, SMC ഭാരവാഹികൾ, അധ്യാപകർ തുടങ്ങിയവരും പങ്കെടുത്തു. വിജയൻ പ്രഭിത ദമ്പതികളുടെ ആരോപണത്തിന് മറുപടിയുമായി പഞ്ചായത്ത് സാരഥികൾ രംഗത്തെത്തി. ലൈഫ് മിഷൻ പ്രസിദ്ധീകരിച്ച മുൻഗണനാ ലിസ്റ്റ് മറികടന്നുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി. ബാലചന്ദ്രനും 7ാം വാർഡ് മെമ്പർ ഫൈസൽ ചോലക്കലും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
1000-ലേറെ അപേക്ഷകളിൽ നിന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ പരിശോധന നടത്തി തെരഞ്ഞെടുത്ത 350-ലേറെ ഗുണഭോക്താക്കൾക്കാണ് ആനുകൂല്യം ലഭിക്കാനുള്ളത്. ഇതിൽ പട്ടികജാതി വിഭാഗത്തിലുള്ള 161 കുടുംബങ്ങൾക്കും വീട് നൽകിക്കഴിഞ്ഞു. ജനറൽ വിഭാഗത്തിൽ 120ഓളം പേർക്ക് ആനുകൂല്യം ലഭിക്കുന്നതിന്റെ ഭാഗമായി 91 ഗുണഭോക്താക്കൾ അഗ്രിമെന്റ് വെച്ചുകഴിഞ്ഞു. ആരോപണം ഉന്നയിച്ച വിജയൻ ജനറൽ വിഭാഗത്തിൽ 235 നമ്പർ ഉപഭോക്താവാണ്. അദ്ദേഹം അപേക്ഷ നൽകുന്ന സമയത്ത് ഭിന്നശേഷിയുള്ള കുട്ടി ജനിച്ചിട്ടില്ല. ഭിന്നശേഷിയുള്ള കുട്ടിയുണ്ടെന്ന സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിന് ലഭിച്ചിട്ടുമില്ല. ആനുകൂല്യത്തിന് തികച്ചും അർഹനാണ്. എന്നാൽ പ്രയോറിറ്റി മറികടക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിയില്ല. ആക്ഷേപം ഉന്നയിക്കുന്ന വിജയന്റെ നമ്പർ 235 പൊതുവിഭാഗത്തിൽ. ഇതിലാകെ 235 പേരേ ഉള്ളൂ. അതിൽ 235ാമത്തെ പേരാണ് ഈ വിജയന്റെ. ഞങ്ങൾക്കുള്ള നിർദ്ദേശം ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ നിങ്ങളുടെ ഫണ്ടും മറ്റ് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൻ്റെ ഫണ്ടും സ്റ്റേറ്റ് ഷെയറും ഹഡ്കോയുടെ വായ്പയും എല്ലാം ചേർത്ത് ഒരു വർഷം സമാഹരിക്കുന്നതിൻ്റെ ഒരു പരിധിയുണ്ട്. ആ പരിധിക്കകത്തുള്ള തുകയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഈ പ്രയോറിറ്റി ഒട്ടും തന്നെ മറികടക്കാതെ ആളുകൾക്ക് ധനസഹായം ലഭ്യമാക്കണമെന്ന്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന്റെ സാഹചര്യം കണക്കിലെടുത്ത് മുൻഗണന നൽകണമെന്ന് കാണിച്ച് ലൈഫ് മിഷൻ ഡയറക്ടർ പ്രമേയം പാസാക്കി അയച്ചിട്ടുണ്ട്. വസ്തുത ഇതായിരിക്കെ മറ്റു തരത്തിൽ പ്രചരിക്കുന്ന ആരോപണങ്ങൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതവും തെറ്റിദ്ധാരണാജനകവും പഞ്ചായത്ത് ഭരണസമിതിയുടെ സൽകീർത്തി കളങ്കപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നും പഞ്ചായത്ത് സാരഥികൾ പറഞ്ഞു. എന്നാലും നമ്മളൊരു 120ഓളം വരുന്ന ക്രമനമ്പർ പ്രകാരമുള്ള ആളുകളെ അപ്രോച്ച് ചെയ്യുകയും അതിൽ 91 പേര് ഇപ്പം അഗ്രിമെന്റ് വെക്കുകയും ചെയ്തിട്ടുണ്ട്. പലരും അഗ്രിമെന്റ് വയ്ക്കാതിരിക്കാൻ മറ്റു പല കാരണമുണ്ട്. ചിലപ്പോൾ പരിശോധനയിൽ ഞങ്ങൾ ചെന്ന് നോക്കുമ്പോഴേക്കും കാത്തിരുന്നും അടുത്തിട്ട് പുതിയ വീട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ പുതിയ വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നെ ധനസഹായം ലഭ്യമാക്കാൻ നമുക്ക് നിർവാഹമില്ല. അപ്പോൾ അത്തരം കാര്യം ഒഴിവാക്കപ്പെടും. ചിലപ്പോൾ ചിലരുടെ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട ആളുകളുടെ പേരിൽ വാസയോഗ്യമായ മറ്റൊരു വീട് ഉണ്ടാവും. അത്തരം കാര്യം പരിഗണിക്കാൻ പറ്റിയ കാരണം റേഷൻ കാർഡാണ് ഒരു കുടുംബത്തിന്റെ അടിസ്ഥാനം, ഒരു കുടുംബത്തിന്റെ ഒരു വീടാണ്. അപ്പൊ അങ്ങനെയൊക്കെ തന്നെ പലരും ഒഴിവായി പോയിട്ട് ചിലർ ഞങ്ങൾക്ക് ഇനി വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒഴിവായി പോയവരടക്കം ഒരു 120ഓളം ആളുകളെ ഞങ്ങൾ ഈ 237 നിന്ന് പരിഗണിച്ചിട്ടുണ്ട്. കൂറ്റനാട് വാവന്നൂരിൽ ഓടിക്കൊണ്ടിരുന്ന ബൈക്കിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണ് അപകടം. തലയ്ക്ക് പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരൻ ചികിത്സയിൽ. പൂവക്കോട് സ്വദേശി പറമ്പത്ത് വീട്ടിൽ 40 വയസ്സുള്ള ഹക്കീമിനാണ് അപകടത്തിൽ പരിക്കേറ്റത്. കൂറ്റനാട് പട്ടാമ്പി റോഡിൽ വാവന്നൂർ സെന്ററിന് സമീപം വ്യാഴാഴ്ച കാലത്ത് 8 മണിയോടെയായിരുന്നു അപകടം. ടിപ്പർ ലോറി ഡ്രൈവറായ ഹക്കീം കൂറ്റനാട് നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറിയെടുക്കാൻ ഇരുചക്രവാഹനത്തിൽ പട്ടാമ്പിയിൽ നിന്നും കൂറ്റനാട്ടേക്ക് വരുന്നതിനിടെയായിരുന്നു അപകടം. ഹക്കീമിന്റെ ദേഹത്തേക്കും ഇരുചക്രവാഹനത്തിന് മുകളിലേക്കുമായി റോഡരികിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തെങ്ങ് കടപുഴകി വീഴുകയായിരുന്നു. ഹക്കീം ഹെൽമറ്റ് ധരിച്ചിരുന്നെങ്കിലും തലയ്ക്കും മുഖത്തിനും കൈക്കുമെല്ലാം പരിക്കേറ്റു. ഹക്കീമിന്റെ നാവിനും പരിക്കേറ്റിട്ടുണ്ട്. അപകടത്തിന്റെ ആഘാതത്തിൽ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ബോധരഹിതനായ ഹക്കീമിനെ ആദ്യം കൂറ്റനാട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്കും പിന്നീട് പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ശബരിമല നിയുക്ത മേൽശാന്തി ചാലക്കുടി ഏറന്നൂർ മന EV പ്രസാദ് നമ്പൂതിരി വീരസ്ഥാനം വിരുട്ടാണം ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ക്ഷേത്രം മൂത്താടികൾ ശങ്കരനാരായണൻ കുംഭം നൽകി സ്വീകരിച്ചു. ക്ഷേത്ര മേൽശാന്തിമാരായ വിശ്വനാഥൻ നമ്പൂതിരി, വിഷ്ണു നമ്പൂതിരി എന്നിവർ പ്രസാദം നൽകി. ദർശനശേഷം ക്ഷേത്രം ട്രസ്റ്റ് ഒരുക്കിയ സ്വീകരണ ചടങ്ങിൽ പ്രസിഡന്റ് ശിവശങ്കരൻ അടികൾ മാല അണിയിച്ചു. മൂത്താടികൾ പൊന്നാട അണിയിച്ചു. സെക്രട്ടറി നീലകണ്ഠൻ അടികൾ ആശംസകൾ പറഞ്ഞു. ട്രസ്റ്റ് മെമ്പർമാരായ ശിവശങ്കരൻ, സോമൻ, BM വിശ്വംഭരൻ, മണികണ്ഠൻ, വിശ്വനാഥൻ അടികൾ, സുന്ദരൻ എന്നിവരും സേവാസമിതി അംഗങ്ങളായ സഞ്ജയൻ, ബാലു, ദിവാകരൻ, കുട്ടൻ, ആനന്ദൻ എന്നിവരും ആശംസകൾ അറിയിച്ചു. വിരുട്ടാണം മാതൃസമിതി അംഗങ്ങൾ, നിരവധി ഭക്തജനങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. നിയുക്ത ശബരിമല മേൽശാന്തി ED പ്രസാദ് ചടങ്ങിന് നന്ദി പറഞ്ഞു. ക്ഷേത്രം മാനേജർ VP ഗിരി നന്ദിയും പറഞ്ഞു. അതിരാവിലെ പോകുന്നവരാണ് എങ്കിലും അവരും സന്തോഷമായിട്ടാണ് പോയത്. ഞാൻ ഇവിടങ്ങളിലൊന്നും വരാറില്ല. ഈ അമ്പലത്തിന്റെ ഒരു പ്രാധാന്യം അദ്ദേഹം അടികൾ പറയുന്നത് വളരെ കേരളത്തിൽ ഇങ്ങനത്തെ അമ്പലം ഇല്ല എന്ന് പറയാം. ഒരേ പീഠത്തിൽ 2 മൂർത്തി ചെയ്ത്, അതും 2 ഭാഗങ്ങളുള്ള മൂർത്തി ചൈതന്യങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ വിശേഷമായിട്ടുള്ള. അപ്പൊ എല്ലാവർക്കും ഭഗവതിയുടെയും വീരഭദ്രസ്വാമിയുടെ അനുഗ്രഹമൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാമിയെ ലെൻസ്ഫെഡ് പട്ടാമ്പി ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചു. മുഹമ്മദ് മൂസിൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷന്റെ 14ാമത് പട്ടാമ്പി ഏരിയ സമ്മേളനമാണ് പട്ടാമ്പി ബീഡ്സ് ലോഡ്ജിൽ വെച്ച് നടത്തിയത്. മുഹമ്മദ് മോസിൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നാളിതുവരെ നമുക്കറിയാം, അനുദിനം സാങ്കേതിക വിദ്യ നിർമ്മാണ മേഖലയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിയമങ്ങളിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അത് ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ തദ്ദേശ തലത്തിൽ മാത്രമല്ല, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടടക്കമുള്ള കേന്ദ്ര നിയമങ്ങളടക്കമുള്ള എല്ലാ നിയമങ്ങളിലും കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ വരുമ്പോൾ സാങ്കേതിക വിദ്യയിൽ വരുന്ന മാറ്റങ്ങളുമൊക്കെ ഈ മേഖലയിൽ, നിർമ്മാണ മേഖലയിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട സാങ്കേതിക വിദഗ്ധരെന്നുള്ള നിലക്ക് അത് മറ്റുള്ളവർക്ക് പരിശീലനം നൽകാനും അത് ജനങ്ങൾക്കുണ്ടാകുന്ന സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുമൊക്കെ ഈ സംഘടന എന്നും മുന്നിലാണ് എന്നുള്ളത് വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് തന്നെ ബിൽഡിംഗ് റൂളുമായി ബന്ധപ്പെട്ടുണ്ടായ ചില പ്രശ്നങ്ങളൊക്കെ നേരത്തെ നിങ്ങൾ ഉയർത്തിയിരുന്നു. അതിൽ പല കാര്യങ്ങൾക്കും ഗവൺമെന്റിൽ നിന്ന് നിർദ്ദേശങ്ങളും മാറ്റങ്ങളും ഉണ്ടായി. ഇനിയും പല കാര്യങ്ങളിലും നിങ്ങൾ നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട്. ഈ അടുത്ത കാലത്തുണ്ടായ വലിയൊരു മാറ്റമാണ് ലൈസൻസിന്റെ കാര്യത്തിലൊക്കെ തന്നെ K-SMART അടക്കമുള്ള 100% സോഫ്റ്റ്വെയർ ആയിട്ടുള്ള കാര്യങ്ങൾ. ലെൻസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് VR കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഏരിയ പ്രസിഡന്റ് അബ്ദുൽ സലീം അധ്യക്ഷനായിരുന്നു. P അമീർ, സജിൻ ദാസ്, MV കണ്ണൻ, K രാജേഷ്, PT മുഹമ്മദ് അലി, സുനിൽകുമാർ, ഫിറോസ്, S രാജേഷ്, V രാജേഷ്, P അബ്ദുള്ള, CM അബ്ദുൽ ഖാദർ, C രാമചന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഭൂമിയിൽ ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദനയുടെ 100% പോലും പുരുഷൻ അനുഭവിക്കുന്നില്ലെന്ന് കവിയും മാധ്യമപ്രവർത്തകനുമായ സുബീഷ് തേക്കൂട്ട് പറഞ്ഞു. പെരിങ്ങോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ SSLC വിദ്യാർത്ഥികൾക്കായി അറിവ്, ആനന്ദം, ജീവിതം എന്ന വിഷയത്തിൽ പ്രത്യേക ക്ലാസ് നയിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ശാരീരികവും മാനസികവുമായി ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദന പുരുഷന് പങ്കിട്ടെടുക്കാൻ പോലും ആകാത്തതാണ്. അതിനാൽ സ്ത്രീയെ അറിയാനും അംഗീകരിക്കാനും പുരുഷൻ തയ്യാറാകണം. റിലേഷൻഷിപ്പിനിടയിലോ പ്രണയാഭ്യർത്ഥന നിരസിച്ചുകൊണ്ടോ അവൾ നോ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഓരോ ആൺകുട്ടിക്കും സാധിക്കണം. പെട്രോൾ ഒഴിച്ച് തീ വെച്ചു കൊല്ലുകയല്ല, കൂടുതൽ സ്നേഹത്തോടെ ആ പെൺകുട്ടിയെ ജീവിക്കാൻ അനുവദിക്കുകയാണ് ചെയ്യേണ്ടത്. ആത്മഹത്യയോ മദ്യമോ മയക്കുമരുന്നോ ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല. ഒപ്പമുള്ളവരെ സഹായിക്കാൻ വേണ്ടിയെങ്കിലും നമ്മൾ ഭൂമിയിൽ ജീവിക്കേണ്ടതുണ്ട്. യുദ്ധങ്ങൾ പോലും ചർച്ചകളിലൂടെ അവസാനിപ്പിക്കുന്ന കാലത്ത് വ്യക്തിപരമായ പ്രശ്നങ്ങൾ പരസ്പരം സംസാരിച്ച് തീർക്കാൻ നമ്മൾ പഠിക്കണം എന്നും സുബീഷ് തെക്കൂട്ട് പറഞ്ഞു. നമ്മുടെയൊക്കെ വീട്ടില് ഒരു വരാന്ത അല്ലെ, അകത്തേക്ക് കടന്നാൽ ഒരു ഹാള്, പിന്നെ ഒരു അടുക്കള, കിടക്കാനുള്ള 1-2 മുറികൾ അല്ലെ. എനിക്ക് വീടില്ല, എനിക്ക് അങ്ങനത്തെ മുറികളുമില്ല. എനിക്കിപ്പോ 40 വയസ്സ് കഴിഞ്ഞു, ഞാൻ പ്രായമൊന്നും കഴിഞ്ഞില്ല. പക്ഷെ ഭൂമിയിൽ ഒരിടത്തും എനിക്ക് 1 സെന്റ് സ്ഥലമോ വീടോ ഇല്ല. ഞാൻ തിരുവനന്തപുരത്ത് വാടക വീട്ടിലാണ് കുറേ വർഷങ്ങൾ താമസിച്ചത്. ഇപ്പോൾ കൊച്ചിയിൽ പനമ്പള്ളി നഗറിൽ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എനിക്ക് വീട് വെക്കാനുള്ള ഉദ്ദേശവുമില്ല. കാരണം എനിക്ക് ലോൺ എടുത്ത് EMI അടച്ച് ജീവിതം ദുരിതപൂർണ്ണമാക്കാൻ ഒരു ആഗ്രഹവുമില്ല. അതുകൊണ്ട് ഞാൻ ഒരു സന്തോഷത്തോടെ ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. എനിക്ക് പ്രഷറില്ല, ഷുഗറില്ല, പ്രശ്നമില്ല. വീട് വെക്കേണ്ടവർക്ക് വീട് വെക്കാൻ കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ വീട് വെച്ചാൽ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചു ആ വീടിന്റെ ജനലുകൾ ഏത് മരം കൊണ്ട് വേണം, ആ വീടിന്റെ കട്ടിള വാതിലുകൾ ഏത് മരം കൊണ്ട് വേണം. സ്കൂളിലെ 400ഓളം വിദ്യാർത്ഥികളുമായി അദ്ദേഹം 5 മണിക്കൂർ സംവദിച്ചു. കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. നേരത്തെ PTA പ്രസിഡന്റ് K രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തൃത്തല AEO K പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. HM ജയദ, PB അഭിലാഷ്, ചന്ദ്രശേഖരൻ മാസ്റ്റർ, പ്രേംകുമാർ, ശ്രീജിത്ത് P, അഭിജിത്ത് MM, നിമിഷ P, അനുജ VS, സാജൻ മാസ്റ്റർ, റോജി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. കൊപ്പം ഏറയൂർ ക്ഷേത്ര റോഡിന്റെ നവീകരണത്തിന് തുടക്കമായി 28 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രാദേശിക റോഡ് വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി 28 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കൊപ്പം പഞ്ചായത്തിലെ ഏറയൂർ ക്ഷേത്രം റോഡ് കട്ടവിരിച്ച് നവീകരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തികളുടെ ഉദ്ഘാടനം MLA മുഹമ്മദ് മുഹസിൻ നിർവഹിച്ചു. ആവശ്യമായിരുന്നു അത് നിറവേറ്റാൻ വേണ്ടി ഫണ്ട് ലഭ്യമാക്കാനുള്ള ശ്രമങ്ങളാണ്. എന്തുകൊണ്ടാണ് വലിപ്പം കുറഞ്ഞത് എന്നുള്ള ചോദ്യം ചിലപ്പോൾ ഉണ്ടാവും. ഈ ഫണ്ട് വെക്കുന്ന സമയത്ത് നോക്കിയുടെ ഫണ്ട് ഇവിടെ എന്തിനാണ് പറഞ്ഞിരുന്നത്.
സ്വാഭാവികമായിട്ടും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉള്ളതുകൊണ്ട് അതിന്റെ ബാക്കി കൂടെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായും പൂർത്തീകരിക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിനനുസരിച്ച് 30 ലക്ഷം രൂപ ഇവിടേക്ക് അനുവദിച്ചു. പിന്നീട് നമ്മുടെ 45 ലക്ഷം രൂപ നമ്മുടെ എടപ്പലം ഒപ്പം എടപ്പലം റോഡിന് അനുവദിച്ചു. അതോടൊപ്പം 25 ലക്ഷം രൂപ അല്ലെങ്കിൽ 25 ലക്ഷം രൂപ ഈ റോഡിലും 30 ലക്ഷം രൂപ പാലക്കൊപ്പം അയ്യപ്പൻകാവ് റോഡിലും അനുവദിച്ചു. അതിന്റെ നടപടിക്രമങ്ങളൊക്കെ ആയി ബ്ലോക്കിന്റെ ഫണ്ട് ബാക്കി തീരും എന്നുള്ള നടപടിക്രമങ്ങളാവുമ്പോഴാണ് റേറ്റ് റിവിഷൻ വന്നത്. റേറ്റ് റിവിഷൻ 1 കോടി രൂപയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നമ്മളിവിടെ മൊത്തം മണ്ഡലത്തിലേക്ക് 6 കോടിയാണ് അനുവദിച്ചത്. അതിൽ 1 കോടി നമ്മുടെ ഈ പഞ്ചായത്തിലാണ്, 8 പഞ്ചായത്തിന്റെ മട്ടാണ്. അപ്പോൾ അതിൽ 1 കോടി ഈ പഞ്ചായത്തിലാണ് അനുവദിച്ചത്. വളരെ പ്രധാനപ്പെട്ട റോഡുകൾ മാത്രം സെലക്ട് ചെയ്തിട്ടാണ് ഇത് അനുവദിച്ചത്. അപ്പോൾ അതിൽ റേറ്റ് റിവിഷൻ വന്നപ്പോൾ കുറച്ച് മാറ്റം വന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ റോഡിന് 3 ലക്ഷം രൂപ അഡീഷണൽ കൂടി 25 ലക്ഷം രൂപയായി. അയ്യപ്പൻകാവ് റോഡിന് 34 ലക്ഷം രൂപ, നമ്മുടെ ഒപ്പം എടപ്പലം റോഡിന് 51 ലക്ഷം രൂപ. അങ്ങനെ റിവിഷൻ ചെയ്ത് വരാൻ കുറച്ച് കാലതാമസം ഉണ്ടെങ്കിലും കുറച്ച് അഡീഷണൽ എമൗണ്ട് കൂടി കിട്ടിയതുകൊണ്ട് നമുക്ക് നേരത്തെ വിഭാവനം ചെയ്ത രീതിയിലും നീളത്തിലും നമുക്ക് ചെയ്യാൻ കഴിയും. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ വേലായുധൻ, ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് പി ഗോപാലൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം രാജൻ, സുധാകരൻ മാസ്റ്റർ, എം ഗോപാലകൃഷ്ണൻ, അരുൺ കുമാർ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു. തൃത്താല ഉപജില്ലാ കലോത്സവത്തിന് വേദിയാകുന്ന വട്ടേനാട് ഹൈസ്കൂളിൽ പ്രധാന വേദിയായ VT ഭട്ടതിരിപ്പാട് നഗറിന്റെ സ്പോൺസർഷിപ്പ് തുക വിദ്യാലയത്തിലെ 89-90 SSLC ബാച്ച് കൈമാറി. സ്പോൺസർ തുകയായ 20,000 രൂപ 89-90 SSLC ബാച്ചിന്റെ പ്രസിഡന്റ് ടി ജയപ്രകാശ്, ട്രഷറർ നൌഷാദ്, ജോയിന്റ് സെക്രട്ടറി ജിഷ, ഗ്രൂപ്പ് അഡ്മിൻ അനിൽകുമാർ, എക്സിക്യൂട്ടീവ് അംഗം റസാഖ് എന്നിവർ ചേർന്ന് ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ KA ഷംസുവിന് കൈമാറി. ചടങ്ങിൽ സംഘാടക സമിതി കൺവീനർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അഞ്ജന, വട്ടേനാട് ഹൈസ്കൂൾ PTA പ്രസിഡന്റ് M പ്രദീപ്, SMC ചെയർമാൻ മഹിമ സിദ്ദിഖ്, രേഖ ടീച്ചർ എന്നിവർ പങ്കെടുത്തു. SSLC ബാച്ചിന്റെ നേതൃത്വത്തിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകുന്നുണ്ട്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.